നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ ഒഴിവാക്കാൻ CPIM ആലോചന. MLA-മാർക്ക് 2 തവണ, മന്ത്രിമാർക്ക് 1 തവണ അവസരം എന്ന വ്യവസ്ഥ മാറ്റാനാണ് ചർച്ച. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ധർമ്മടത്ത് വീണ്ടും മത്സരിക്കും. ദീപക് ധർമ്മടം കോഴിക്കോട് വിവരങ്ങളുമായിട്ട്. ദീപക്, ഏത് സാഹചര്യത്തിലാണ് ഈ ടേം വ്യവസ്ഥയിൽ ഇളവുകൾ നൽകാൻ ഇപ്പോൾ CPIM ആലോചിക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയും CPIM-ന്റെ 3ാം വട്ട ഭരണത്തിലേക്കുള്ള സ്വപ്നത്തിനേറ്റ ആഘാതമാണെന്നൊക്കെയുള്ള രാഷ്ട്രീയ വിലയിരുത്തൽ ഉണ്ടാകുമ്പോഴാണല്ലോ ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്താനുള്ള ആലോചന നടക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭരണപരിജ്ഞാനമുള്ളവർ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്നുള്ളത്. രണ്ടാമത്, മണ്ഡലത്തിലെ വിജയസാധ്യത. ഇത് രണ്ടും കണക്കിലെടുത്തുകൊണ്ട് വേണം ഇനിയുള്ള തീരുമാനം എന്ന് CPIM-ന്റെ നേതൃതലത്തിൽ ചർച്ച ആരംഭിച്ചു. ഔദ്യോഗിക സ്വഭാവത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഈ കാര്യം വൈകാതെ ചർച്ചയ്ക്കെത്തും. അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുന്നു. അത് ധർമ്മടത്ത് നിന്നായിരിക്കും അദ്ദേഹം മത്സരിക്കുക. സ്വാഭാവികമായും അദ്ദേഹത്തെ കൂടാതെ മറ്റ് മണ്ഡലത്തിൽ സ്വാധീനമുള്ള MLA-മാർക്കും 3ാം ടേം നൽകണം എന്നുള്ളതാണ് ചർച്ച. അങ്ങനെയെങ്കിൽ ഈ ടേം വ്യവസ്ഥ എടുത്തു മാറ്റുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു സെക്രട്ടേറിയറ്റിൽ ഈ ടേം വ്യവസ്ഥ അവതരിപ്പിക്കുന്നത്. അന്ന് MLA-മാർക്ക് 2 വർഷം ടേം എന്നുള്ളതും മന്ത്രിമാർക്ക് 1 വർഷം ടേം ഉള്ളതെന്നത്. രണ്ടാമത് AK ബാലനായിരുന്നു ആ കാര്യം ഉന്നയിക്കുന്നത്. മന്ത്രിമാർക്കും ടേം നിശ്ചയിക്കണം, MLA-മാർക്ക് മാത്രം പോരാ എന്നുള്ളത്. അങ്ങനെ അത് അംഗീകരിക്കപ്പെടുകയായിരുന്നു. അത് പാർട്ടി PB-യുടെയും കൂടി അംഗീകാരത്തോടു കൂടി കേരളത്തിൽ നടപ്പിലാക്കുകയായിരുന്നു. പക്ഷേ എന്നാൽ അത് ഗുണം ചെയ്തോ ഇല്ലയോ എന്നുള്ള ചർച്ച ഇപ്പോൾ സജീവമാണ്. മന്ത്രിസഭാ തലത്തിൽ അത് ഗുണം ചെയ്തില്ല എന്ന വിലയിരുത്തലുകളും വന്നിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ 3ാം ടേമിലേക്ക് പിണറായി സർക്കാർ പോകണമെങ്കിൽ, LDF സർക്കാർ പോകണമെങ്കിൽ ഈ കടുംപിടുത്തം ഉണ്ടാകരുത് എന്നുള്ളതാണ് ചർച്ച. അങ്ങനെയെങ്കിൽ 3ാം തവണയും MLA-മാർക്ക് മത്സരിക്കാം. അതിൽ KK ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ നിന്ന്, അതുപോലെ TP രാമകൃഷ്ണൻ LDF കൺവീനർ പേരാമ്പ്രയിൽ നിന്ന്, അതുപോലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ നിന്ന്, ആ രീതിയിൽ പ്രമുഖരായവർ മണ്ഡലം നഷ്ടപ്പെടാതിരിക്കാൻ അവരെ തന്നെ ഇറക്കണം. അതുകൊണ്ട് ടേം വ്യവസ്ഥ ഒഴിവാക്കണം എന്നുള്ളതാണ് CPIM-ൽ ചർച്ച നടക്കുന്നത്. ഔദ്യോഗികമായി പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഈ ചർച്ച വൈകാതെ നടക്കും, തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗോപികൃഷ്ണൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.